പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നേരവും സ്തുതി ആരാധന. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഈ ആഴ്ച നമ്മുടെ നോമ്പുകാല ചിന്തകൾ 2 പ്രഭാഷണങ്ങളിലായി സംഗ്രഹിക്കുകയാണ്. പകുതി നോമ്പൊഴികെ മറ്റ് 5 ദിവസങ്ങളിലെ പ്രധാന സന്ദേശങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ പ്രഭാഷണത്തിലൂടെ നൽകുന്നു. പകുതി നോമ്പിന്റെ പ്രഭാഷണം അടുത്ത ദിവസം നൽകുന്നതാണ്. അതോടൊപ്പം ഈ ആഴ്ചയിൽ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 2-3 അധ്യായങ്ങൾ കൂടെ നാം ധ്യാന വിഷയമാക്കുകയാണ്. കാരണം 2-ാം അധ്യായത്തിലെ കാനായിലെ കല്യാണ വിരുന്നും ദേവാലയ ശുദ്ധീകരണവും നോമ്പിൻ്റെ ഈ ദിനങ്ങളിൽ നമ്മൾ സംഭവിക്കേണ്ട മാറ്റവും വളർച്ചയുമാണ് വ്യക്തമാക്കുന്നത്. 3-ാം അധ്യായം കുരിശിലുയർത്തപ്പെട്ട നാഥനിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവസ്നേഹത്തിന്റെ പാരമ്യമാണ് വ്യക്തമാക്കുന്നത്. ഇന്ന് നമുക്ക് നോമ്പിന്റെ 23-ാം ദിവസം മുതൽ 28-ാം ദിവസം വരെയുള്ള സുവിശേഷ ഭാഗങ്ങൾ നൽകുന്ന പ്രധാന സന്ദേശങ്ങൾ ധ്യാന വിഷയമാക്കാം. നോമ്പിന്റെ 23-ാം ദിവസമായ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ട സുവിശേഷ ഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. യേശുവിന്റെ പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും സംബന്ധിച്ച 2-ാം പ്രവചനമാണ് ഈ സുവിശേഷ ഭാഗം. ഇതുവഴി നമ്മുടെ ശ്രദ്ധ യേശുവിന്റെ പീഡാസഹനത്തിലേക്കും മരണോത്ഥാനത്തിലേക്കും തിരിക്കുകയാണ്. യേശു ജെറുസലേമിലേക്കുള്ള യാത്രക്കിടയിൽ തൻ്റെ ശിഷ്യരെ പഠിപ്പിക്കുകയായിരുന്നു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും അവർ അവനെ വധിക്കുകയും ചെയ്യും. അവൻ വധിക്കപ്പെട്ട് 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. യേശുവിന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും കുറിച്ചുള്ള കർത്താവിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവനോട് ചോദിക്കാൻ അവർക്ക് ഭയവുമായിരുന്നു. നാളെ കഴിഞ്ഞ് നാം പകുതി നോമ്പിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. പകുതി നോമ്പിൽ നമ്മുടെ ശ്രദ്ധയെ യേശുവിന്റെ കുരിശിലേക്ക് തിരിക്കും. കുരിശിൽ നോക്കി രക്ഷ പ്രാപിക്കുവാൻ യേശുവിന്റെ കുരിശിലേക്കും അതുവഴി മനുഷ്യകുലത്തിന് സംജാതമായ രക്ഷയിലേക്കും നമുക്ക് ശ്രദ്ധ തിരിക്കാം. നിരന്തരം ഈ ദിവ്യ രഹസ്യം ധ്യാന വിഷയമാക്കാം. ഈ ദിവസത്തെ ലേഖന ഭാഗം കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഈ ലേഖന ഭാഗത്ത് സഭയ്ക്കു വേണ്ടി പോരാടുന്ന ശ്ലീഹായുടെ ചിത്രമാണ് അവതരിപ്പിക്കുന്നത്. സഭാ മക്കൾക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് സഭാ മക്കൾക്ക് ലഭിക്കുവാൻ വേണ്ടി ശാരീരികമായി അവരിൽ നിന്ന് അകലെയാണെങ്കിലും ആത്മാവിൽ അവരോട് കൂടെയായിരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി പോരാടുകയാണ്. ദൈവത്തിന്റെ രഹസ്യമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് വിശ്വാസികളെ നയിക്കുവാൻ വേണ്ടിയാണ് താൻ പോരാടുന്നതെന്ന ബോധ്യത്തോടെ ശ്ലീഹ പരിശ്രമിക്കുന്നു. ആ ബോധ്യം ദൈവജനത്തിന് നൽകാനും പരിശ്രമിക്കുന്നു. യേശുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള പ്രവചനം നാം സുവിശേഷത്തിലൂടെ ശ്രവിച്ചു. യേശുവിനെ സ്നേഹിക്കുന്ന ശ്ലീഹ ക്രിസ്തുവിൻ്റെ സഭയെ പ്രതി ഏറ്റെടുക്കുന്ന സഹനത്തെക്കുറിച്ച് ഈ ലേഖനവും വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിലേക്കും ക്രിസ്തുവിൻ്റെ പീഡകളിലേക്കും ഉറ്റുനോക്കിക്കൊണ്ട് യേശുവിലൂടെയുള്ള രക്ഷ നമുക്ക് അനുഭവിക്കുന്നതിനും സകലരെയും ഈ രക്ഷയിൽ പങ്കുകാരാക്കുന്നതിനും വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. നാളെ നോമ്പിൻ്റെ 24-ാം ദിവസം നമ്മുടെ ധ്യാനത്തിന് നൽകിയിട്ടുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. യേശു പറയുകയാണ്, ഞാൻ നല്ലിടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവരെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. നല്ലിടയനായ ഈശോ പിതാവ് പുത്രനെയും പുത്രൻ പിതാവിനെയും അറിയുന്നത് പോലുള്ള ഒരു പരസ്പര അറിവിലേക്കും ജ്ഞാനത്തിലേക്കും നമ്മെ ക്ഷണിക്കുകയാണ്. യേശു നമ്മെ അറിയുന്നത് പോലെ നാം യേശുവിനെയും അറിയണം.
ഇത് നമ്മുടെ കടമയാണ്. കാരണം യേശു ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. തുടർന്ന് ഈശോ പറയുന്നു, ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരിടയനും ആകും. യേശു ഉറപ്പിച്ചു പറയുകയാണ്, ഒരാട്ടിൻപറ്റവും ഒരിടയനുമാകും. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ഇത് അവിടുത്തെ വാഗ്ദാനമാണ്, മാറ്റമില്ലാത്ത വാക്കുകൾ. അവിടുത്തെ വാഗ്ദാനം നിറവേറുക തന്നെ ചെയ്യും. ഒരിടയനും ഒരാട്ടിൻപറ്റവും ആകും. തിരിച്ചെടുക്കുന്നതിനു വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. 18-ാം വാക്യത്തിൽ ഈശോ പറയുന്നു, ആരും എന്നിൽ നിന്നത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമനസാ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. പിതാവിൻ്റെ നിർബന്ധം കൊണ്ടോ മറ്റാരുടെയെങ്കിലും നിർബന്ധം കൊണ്ടോ അല്ല യേശു ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നത്. അവിടുന്ന് സ്വമനസാ ജീവൻ അർപ്പിക്കുകയാണ്. പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതിയും ആടുകളോടുള്ള സ്നേഹത്തെ പ്രതിയും. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ ഈ തിരുവചനങ്ങളുടെ അന്തരാർത്ഥം നമുക്ക് മനസ്സിലാക്കാം. നല്ലിടയനായ ഈശോയെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നതിനും യേശുവിലൂടെ പിതാവിനെ അറിയുന്നതിനും അങ്ങനെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലേക്ക് വളരുന്നതിനും നമുക്ക് പരിശ്രമിക്കാം. നാം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിൽ വളർന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിന് സ്വന്തമായിട്ടുള്ള മറ്റാടുകളെയും ഈ അജഗണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ, സഭ ഐക്യത്തിനു വേണ്ടി പരിശ്രമിക്കാൻ നമുക്കും സാധിക്കും. ഒരിടയനും ഒരാട്ടിൻപറ്റവുമാകുവാനുള്ള നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദാനം അവിടുത്തെ ഹൃദയാഭിലാഷവുമാണ്. ഇത് സഫലമാക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഈ തിരുവചന ഭാഗം നിരന്തരം നമ്മുടെ ഹൃദയത്തിലും ചിന്തയിലും കൊണ്ടു നടക്കാം. നിരന്തരം ധ്യാനിച്ച് ഈ ചൈതന്യം ചുറ്റും പ്രസരിപ്പിച്ച് ദൈവ തിരുമനസ് നിറവേറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. നോമ്പിൻ്റെ 26-ാം ദിവസം നമ്മുടെ ധ്യാനത്തിനും വിചിന്തനത്തിനുമായി നൽകിയിട്ടുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. യേശു 2 അന്ധന്മാരെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് ഈ സുവിശേഷ ഭാഗത്ത് വിവരിക്കുന്നത്. യേശു അതുവഴി കടന്നു പോകുന്നു എന്ന് കേട്ട് വഴിയരികിലിരുന്ന് ഭിക്ഷയാചിച്ചിരുന്ന 2 അന്ധന്മാർ ഉറക്കെ വിളിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. യേശുവിനോടൊപ്പമുള്ളവർ അവരെ വിലക്കിയെങ്കിലും അവർ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. യേശു അവിടെ നിന്ന് അവരോട് വിളിച്ചു ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് കാഴ്ച വീണ്ടു കിട്ടണം. യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. തൽക്ഷണം അവർക്ക് കാഴ്ച ലഭിക്കുകയും ചെയ്തു. നോമ്പിൻ്റെ 27-ാം ദിവസം നമ്മുടെ ധ്യാനത്തിനും വിചിന്തനത്തിനുമായിട്ട് തന്നിട്ടുള്ള ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള 2-ാം പ്രവചനവും അത് കേട്ടപ്പോൾ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാത്ത ശിഷ്യന്മാരുടെ തുടർന്നുള്ള പ്രതികരണവുമാണ് ഈ സുവിശേഷ ഭാഗത്ത് വ്യക്തമാക്കുന്നത്. യേശു പീഡാനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവർ പരസ്പരം തർക്കിക്കുന്നത് തങ്ങളിൽ വലിയവൻ ആരാണെന്നാണ്. യേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെടത്തക്ക വിധം അവർ വഴിയിൽ വെച്ച് തങ്ങളിൽ വലിയവൻ ആരാണെന്ന് തർക്കിക്കുകയായിരുന്നു. യേശു കഫർനാമിൽ എത്തിക്കഴിഞ്ഞ് അവരോട് ചോദിച്ചു, നിങ്ങൾ വഴിയിൽ വെച്ച് എന്തിനെ കുറിച്ചാണ് തർക്കിച്ചിരുന്നത്? അവർ മറുപടി പറഞ്ഞില്ലെങ്കിലും അവരുടെ തർക്കം മനസ്സിലാക്കിയ കർത്താവ് അവരോട് പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. അവനൊരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യേ നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ
എന്നെയല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. ഈ സുവിശേഷ ഭാഗത്ത് ശിശു എളിയവരുടെ പ്രതീകമാണ്. ഒരു ശിശുവിന് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അവർക്ക് തിരിച്ചു പ്രതിഫലം നൽകാൻ ഒന്നുമില്ല അവരുടെ കയ്യിൽ. അപ്പോൾ ഈ ശിശുവിനെ എടുത്തു കാണിച്ചുകൊണ്ട് യേശു, എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, പ്രതിഫല ഇച്ഛ കൂടാതെ പ്രതിഫലം നൽകാൻ ശേഷിയില്ലാത്ത നിസാരരായവർക്ക് യേശു നാമത്തിൽ ശുശ്രൂഷ ചെയ്യുവാനാണ് യേശു ആഹ്വാനം ചെയ്യുന്നത്. നോമ്പുകാലത്ത് ഇപ്രകാരം യേശുനാമത്തിൽ എളിയവർക്ക് ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. അതുപോലെ ഒന്നാമനാകാൻ ആഗ്രഹിക്കാതെ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകുവാനും നമുക്ക് പരിശ്രമിക്കാം. നോമ്പിന്റെ 28ാം ദിവസം നമ്മുടെ ധ്യാനത്തിനായി നൽകപ്പെട്ടിട്ടുള്ള സുവിശേഷ ഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗം ക്രിസ്തു ശിഷ്യർ അനുഭവിക്കാനിരിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചും യുഗാന്ത്യത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഭീകര ദുരിതങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. യേശുവിന്റെ പീഡകളിൽ പങ്കുചേരുവാൻ ക്രിസ്തു ശിഷ്യർക്കും അവസരം ലഭിക്കുകയാണ്. സഹനങ്ങളെ രക്ഷാകരമാക്കി യേശുവിന്റെ കുരിശിനോട് ചേർത്ത് സമർപ്പിക്കുമ്പോൾ അവന്റെ ഉത്ഥാനത്തിൽ പങ്കുചേരാൻ ക്രിസ്തീയമായ അർത്ഥത്തിൽ സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് എല്ലാം രക്ഷാകരമാക്കി യേശുവിന്റെ പുനരാഗമനത്തിന് വഴിയൊരുക്കുവാൻ ഈ വചനഭാഗങ്ങൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ ചിന്തകളോട് ചേർത്ത് പകുതി നോമ്പിലെ ധ്യാന ചിന്തകളും കൂടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഈ ഒരാഴ്ചക്കാലം ഇവ നന്നായി ധ്യാനിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 2-3 അധ്യായങ്ങളും നമുക്ക് ധ്യാന പഠന വിഷയമാക്കാം. അങ്ങനെ വലിയ നോമ്പിന്റെ ഈ ദിനങ്ങളില് കൂടുതൽ തീഷ്ണതയോടെ യേശുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സൽഫലങ്ങൾ അനുഭവിക്കുന്നതിനു വേണ്ടി നമുക്കൊരുങ്ങാം. അനേകരെ ഒരുക്കുകയും ചെയ്യാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ